വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിനെ കുറിച്ചുള്ള ഡെയിലി അപ്ഡേറ്റ്സിൽ നോക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഡെവലപ്മെന്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അവിടെ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും അതേപോലെ ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ വലിയ അതിശയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ICCയുടെ തലപ്പത്തിരിക്കുന്നത് ഒരു പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ ഇരിക്കുന്നത്. അയാളുടെ വ്യക്തി താല്പര്യത്തിനനുസരിച്ചാണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത്. അയാൾക്കെതിരെ തന്നെ പീഡന പരാതി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. പൂപറിക്കുന്ന ലാഭകത്തോടു കൂടി ഇസ്രായേൽ എടുത്ത് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനെ കൃത്യമായിട്ട് ഗണ്ണിച്ചുകൊണ്ട് ട്രംപിന്റെ അപ്കമിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജനുവരിയിൽ ICCയിലുള്ള ഈ ഒരു ഇസ്രായേലിനെതിരെയുള്ള ഈ ഒരു നടപടിയെ നമ്മൾ ജനുവരിയിൽ തീർപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനുവരിയോടുകൂടി ഓൾറെഡി തന്നെ ലാസ്റ്റ് വീക്ക് US പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ICCയെ തന്നെ നമ്മൾ മാറ്റി നിർത്തും, വേണ്ടി വന്നാൽ ഉപരോധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല, ഇസ്രായേലിനെ ഒട്ടും അത് അലട്ടുന്ന കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് കൃത്യമായിട്ട് 2 സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് കൃത്യമായി പറഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഇനി ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്. ഇത് ഗാസ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാസയെ പ്രത്യേകിച്ച് ഇസ്രായേലിനോട് അനക്സ് ചെയ്യാൻ പോകുന്നില്ല, ഇസ്രായേലിനോട് ചേർക്കാൻ പോകുന്നില്ല. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് എതിർപ്പുകളൊക്കെ വരും. ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്യാനാണ് ഇസ്രായേൽ തീരുമാനിക്കുന്നത്. അതിൽ ഉരുത്തിരിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ വിങ് രൂപീകരിച്ചിട്ട് ഗാസയ്ക്കുള്ളിൽ അവരെ പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിയമിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പാലസ്തീനിയൻ ആയിട്ടുള്ള ഈ അറബ് വംശരെ തന്നെ അവിടെ താമസിപ്പിക്കുകയും അതേപോലെ ഈ ഒരു സെക്യൂരിറ്റി വിങ് നിരന്തരം അതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഗാസ മാറ്റപ്പെടും. ലിറ്ററലി ഇസ്രായേൽ തന്നെ ആയിരിക്കും ഗാസ ഇനി കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അവരുടെ രാജ്യത്തോട് ചേർത്തോണ്ടല്ല, സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൺട്രോൾ ചെയ്യും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയോ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. കാരണം ഇനി ഒരു അറ്റാക്ക് ഗാസയിൽ നിന്ന് വരാൻ പാടില്ല, ഇനി അവിടെ തുരങ്കം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതിൽ നെതന്യാഹു വളരെ സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ഹൂത്തികൾക്ക്. ഇനി അറ്റാക്ക് ഹൂത്തികളുടെ നേരെയാണ്. അതിന് കാരണമുണ്ട്. ഹൂത്തികളെ ഇങ്ങനെ ഒരു പരിധിവരെ വിട്ടു വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ഒരു എയർ സ്ട്രൈക്ക് അറ്റാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ വല്ലപ്പോഴും കൂടെ വിടുന്ന മിസൈൽ പോലത്തെ പരിപാടിയല്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എയർ സ്ട്രൈക്ക് അവിടെ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹു ഹൂത്തികളെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അടുത്ത് എയർ സ്ട്രൈക്ക് ചെയ്യും. നിങ്ങളൊന്ന് നോക്കൂ, ഇസ്രായേൽ എവിടെ വേണേലും അവർക്ക് ബോംബിടാം, ഫുൾ ഫ്രീഡമാണ്. അവർ സിറിയയിൽ പോയി അടിക്കണോ ഇടും, ബോംബിടും. ലെബനാൻ അടിക്കണോ പോയി അടിക്കും. ഹൂത്തി അടിക്കണോ അടിക്കും. ഇറാഖിൽ ബോംബിടണോ ഇടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അതിശക്തമായി പൊരുതി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് യുദ്ധം ചെയ്യണമെന്ന് വന്നിട്ട് പിന്നെ അവസാനം യുദ്ധം ചെയ്യണം എന്നുള്ള ആഗ്രഹം, അതായത് ഇസ്രായേലിന്റെ ഗേറ്റ് പൊളിച്ച് അകത്തോട്ട് കയറി 1200 പേരെ കൊന്നു കളഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അന്നേ ഊഹിച്ചതാണല്ലോ. ഇത് സംഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആശയത്തിന് വേണ്ടി പൊരുതി വീഴാൻ തയ്യാറാണെന്നുള്ള തീരുമാനം എടുത്തോണ്ടായിരിക്കുമല്ലോ ഈ ഗേറ്റ് പൊളിച്ചത്. എന്നാ പിന്നെ അതങ്ങ് നടക്കട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആർക്കും തടയാൻ പറ്റുന്ന കാര്യമല്ല. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഫോഴ്സിൽ ഇതുവരെ ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല. ഗാസയ്ക്കുള്ളിൽ നടത്തുന്നത് വളരെ പ്രിസൈസ് അറ്റാക്കാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, അവർ കൃത്യമായ ടാർഗറ്റുകൾ കണ്ടെത്തി അവിടെ ഹമാസിന്റെ തീവ്രവാദികൾ ഉണ്ടെന്ന് കണ്ടെത്തിയാണ് ആ ബിൽഡിംഗ് അടിക്കുന്നത്. അപ്പോഴാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരും കൂടെ മരണപ്പെടുന്ന ഒരു കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നത്. ഇത് പലതവണ നമ്മൾ പറഞ്ഞാണ്. ഇനിയിപ്പോൾ അത് കൂടുതൽ അതിലേക്ക് വിശദമായിട്ട് പോകണ്ട. ലെബനാന്റെ സീസ്ഫയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിൽ നെതന്യാഹു ചോദിച്ചിരിക്കുന്നത് 2-3 കാര്യങ്ങൾ വ്യക്തമാക്കാനാണ്. ഒന്ന്, ലെബനാനുമായിട്ടാണോ സീസ്ഫയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടാണോ സീസ്ഫയർ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ US പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ ലെബനാനുമായിട്ടാണ് സീസ്ഫയർ ചെയ്യുന്നതാണ്. അപ്പൊ ലെബനാനുമായിട്ടാണ് സീസ്ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ മൊത്തത്തിൽ പുറത്താക്കാൻ പറയാനാണ് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്, ഒറ്റ ലൈനാണ്. നമ്മൾ ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. സീസ്ഫയർ വേണമെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ മൊത്തത്തിൽ ലെബനാൻ ഇന്ന് പുറത്താക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാർഗമായിട്ട് വൺ ലൈൻ സെന്റൻസിനാണ് നെതന്യാഹു ഉത്തരം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും പിന്നെ US ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതായത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒപ്പിട്ട് മേടിച്ചുകൊണ്ട് പോയി ഇതൊരു സീസ് ഫയർ ആക്കാന്ന് പറഞ്ഞിട്ട്. ഇസ്രായേൽ ഇപ്പോഴും ഈ ഒരു ഹിസ്ബുള്ളയുടെ അഥവാ ലെബനാന്റെ സീസ് ഫയറിന്റെ കണ്ടീഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള നിലയിലാണ് അവർ ലെബനാനെ ധരിപ്പിച്ചിരിക്കുന്നത്. കാരണം ലെബനാനുമായിട്ട് സീസ് ഫയർ ആണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ, കാരണം ലെബനാനിൽ അവിടെ നല്ല രീതിയിലുള്ള തകർച്ചയാണ്. ഇനി ആ ഒരു സിറ്റി ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചെലവുള്ള പണിയാണ്. ഇത് ലെബനാനിന് പറ്റിയൊരു അബദ്ധമാണ്. ഇറാന്റെ പുറകെ നിന്ന് ഹിസ്ബുള്ളയെ കൊണ്ട് അവിടെ വാഴിച്ചതിന്റെ യഥാർത്ഥ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലെബനാൻ. നെതന്യാഹു അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കൃത്യമായിട്ട് ഹൂത്തികൾക്കെതിരെ വിട്ടിരിക്കുന്നത്. ഹൂത്തികളെ അടിച്ച് തറ പറ്റിക്കാൻ പോവാണ്. അടുത്ത ടാർഗറ്റ് ഹൂത്തികളാണ്. അതിനൊരു കാരണമുണ്ട്. ഇസ്രായേലിന്റെ ഒരു ഷിപ്പ് ഇതൊരു പ്രോ പാലസ്തീനിയൻ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാർ കടത്തിക്കൊണ്ട് പോയെന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഇറാൻ അഥവാ ഹൂത്തികളൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്.
റെഡ് സീയിൽ ഗാലക്സി ലീഡർ എന്ന് പറഞ്ഞ ഒരു ഇസ്രയേലി ഓൺ ചെയ്യുന്ന ഒരു കപ്പലാണ്. അത് ഇസ്രയേലിലോട്ട് യാത്ര ചെയ്യുന്നു എന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല, അതുവഴി കടന്നു പോയതാണ്. പക്ഷേ ഇസ്രയേലി ഓണർഷിപ്പ് എന്നുള്ളത് ഇവർ സെർച്ച് ചെയ്ത് കണ്ടെത്തിയത് ഉടനെ തന്നെ ഇവർ ഈ ഷിപ്പിനെ സീസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനകത്ത് ഏതാണ്ട് 25 എന്താണ് 30-ലധികം പിന്നെ അതിനകത്ത് ജീവനക്കാരുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ നാഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവും. അപ്പൊ യുവമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, യുവമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ യുവമാർ ഇത്രയും മാത്രം സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ലോകത്തുള്ള നാലാഭാഗത്തുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന കപ്പലുകളൊക്കെ എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് നാട്ടുകാരെ മൊത്തം ഉപദ്രവിക്കുക. യുവമാർക്ക് എന്താണ് വേണ്ടത്? ഇവർക്ക് എന്താണ് പ്രശ്നം? ഇതൊക്കെ ഇറാന്റെ വേലകളാണ്. കാരണം ഇറാൻ ഇപ്പം വേറെ ഒരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് ഇനിയിപ്പം ഇറാനും കൂടെ തീവ്രവാദമായിട്ട് തന്നെ ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ആ ലെജിറ്റിമസിയൊക്കെ വിട്ടിട്ട് ഇപ്പൊ തീവ്രവാദത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവർ തീവ്രവാദപരമായി എടുക്കുന്ന നടപടികളാണ് ഈ ഒരു കടത്തിക്കൊണ്ട് പോലെയൊക്കെ. ഇറാന്റെ ആർമി തന്നെയാണ് ഈ ഹൂത്തികൾ. അവര് കൃത്യമായിട്ട് ഈ ഷിപ്പിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇറാന്റെ ഇടപാടാണ്. കാരണം ഇപ്പൊ ഈ ഒരു ന്യൂക്ലിയർ ഡീലുമായിട്ടുള്ള ഒരു ഏർപ്പാടിൽ ബാക്ക് ആൻഡ് ഫോർത്ത് നടക്കുന്നുണ്ടല്ലോ, മുമ്പോട്ടും പുറകോട്ടുള്ള പിടിവലി. ആ പിടിവലിയിൽ ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഞെങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് റിലാക്സേഷൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് പിടിച്ചു വെച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ യാതൊരു കാരണം വെച്ചാലും ഇത് പിടിക്കുന്നതൊന്നും ഒരു നെഗോഷിയേഷന്റെ ഒരു ഭാഗമായിട്ട് വരത്തില്ല എന്നുള്ളതാണ്. ഇത് അവർ വെച്ചുകൊണ്ട് അവരങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ, അല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലോകത്തുള്ള നാലാഭാഗത്തുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. നൈസിന് റിലീസ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന് മറ്റുള്ള രാജ്യങ്ങൾ ഡിപ്ലോമാറ്റിക്കലി ഇറാനെ അപ്രോച്ച് ചെയ്യും. ആ രീതിയിൽ ആ കാര്യങ്ങൾ നടക്കും. പിന്നെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് സീസ് ഫയറോ ഹോസ്റ്റേജ് ഡീലോ രണ്ടും തന്നെ ഈ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധമില്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രമാത്രം ധൈര്യത്തോട് ബോൾഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. സീസ് ഫയർ ടോക്ക് അഥവാ ഹോസ്റ്റേജ് റിലീസ് ഇത് രണ്ടും തന്നെ ഈ വാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഈ സീസ് ഫയർ എന്ന് നമ്മൾ സംസാരിക്കുന്നത് ലെബനാനുമായിട്ടാണ്, ഹിസ്ബുള്ളയുമായിട്ടല്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ ഹിസ്ബുള്ളയെ തുരത്തി അടിക്കും തന്നെയാണ് അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗാസയിൽ ഹമാസിന് എടുത്ത് കൊടുക്കുന്ന പണിയാണ്, നിങ്ങൾ ഹോസ്റ്റേജിനെ തന്നാലും തന്നില്ലെങ്കിലും നിങ്ങളുടെ ടാർഗറ്റ് തന്നെയാണ്. ഹമാസിനെ അവസാനം വരെ അടിക്കും, ഈ ഗാസയ്ക്കുള്ളിൽ വരാൻ സമ്മതിക്കത്തുമില്ല. ഇത് തന്നെയാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇതിൽ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. ഗാലന്റിന് പകരം ഇസ്രയേൽ ഗട്ട്സ് വന്നത് നല്ല പെർഫോമൻസ് ആണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഈ ഇസ്രയേൽ ഗട്ട്സ് വന്നതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള അറ്റാക്കുകൾ നടക്കുന്നതും യഥാർത്ഥത്തിൽ വാറായിട്ട് എസ്കലേറ്റ് ആയതും. അതിന് മുമ്പ് വരെ ഗാലന്റ് പതുങ്ങിയാണ് നിന്നുകൊണ്ടിരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പൊ ഇസ്രയേൽ ഗട്ട്സ് വന്നതിന് ശേഷം ഈ IDF ആർമിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം വളരെ പോസിറ്റീവാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്കാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഗാലന്റിനും ഇസ്രയേൽ ഗട്ട്സിനുമുള്ള വ്യത്യാസം കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്നാണ്. അതിൽ പിന്നെ ബെയ്റൂത്ത് സിറ്റിയിലും കാണാൻ കഴിയുന്നുണ്ട്, ഗാസയ്ക്ക് ഉള്ളിലും കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്നിട്ട് നമ്മൾ വാർ ആഗ്രഹിക്കുന്നു. വാർ എന്ന് പറഞ്ഞ വാറാണ്. ഈ ലോകം എല്ലാ കാലത്തും വാർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. പണ്ട് വാളും പരിചയം എടുത്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത് തോക്കും, ഇതുപോലെ ബോംബും ഇതുപോലത്തെ സംഭവമാണ്. നാളെ നമ്മളിരിക്കുന്ന ബിൽഡിങ്ങിന്റെ മേളിൽ വന്ന് വീണാലും കഴിഞ്ഞു, നമ്മളുടെ കഥയും കഴിയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ കിടന്ന് സെന്റി അടിച്ച് ഉരുണ്ടിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രിവെന്റീവ് മെഷേഴ്സ്. നിങ്ങൾ സംസാരത്തിലൂടെ ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഗേറ്റ് പൊളിച്ച് പോയിട്ട് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് 200 പേരെയൊക്കെ പിടിച്ച് പിന്നെ നിങ്ങളുടെ കസ്റ്റഡിയിൽ കൊണ്ട് വെക്കുകയല്ലേ വേണ്ടത്. അതൊക്കെ വളരെ മോശം പരിപാടിയാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ വരും. ഇനി ഇസ്രായേലിനെ പോയി തോണ്ടുന്ന ഓരോരുത്തരും ഇത് ആലോചിക്കും, ഇത് ചിന്തിക്കും. ഇത് ചിന്തിച്ചിട്ടേ ഇനി മുന്നോട്ട് പോകും. ഇനി ഇസ്രായേലിന്റെ ഗേറ്റിൽ പോയി പൊളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പോയി 10 പേരെ പിടിച്ചോണ്ട് വന്നേക്കാന്ന് വിചാരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവന്മാർ തീർച്ചയായിട്ടും ആലോചിക്കും. ഇനിയിപ്പോ അങ്ങനെ ആലോചിച്ചമാർ ഒരുത്തന്മാർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അത് വേറെ കാര്യം. അത്രമാത്രം ഇസ്രായേൽ തെളിയിച്ചിരിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി തെളിയിച്ചിരിക്കുകയാണ്. പെസസ്കിയാൻ, നമ്മുടെ ഇറാന്റെ പ്രസിഡന്റ് പെസസ്കിയാൻ ഇപ്പം ഖത്തറിലേക്ക് ഓടിച്ചെന്നിട്ട് ഇപ്പൊ എല്ലാം ഈ വീണ്ടും ഖത്തർ യാത്ര ചെലവ് തന്നെ കുറെ നടത്തിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്. കാരണം അത്രമാത്രം യാത്രകളാണ് ഇപ്പൊ പെസസ്കിയാനൊക്കെ നടത്തുന്നത്. ഇപ്പൊ പോകുന്ന റൗണ്ട് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ആറ്റോമിക് എനർജി കമ്മിറ്റി എന്ന് പറയുന്ന പ്രഷർ, UN നിന്ന് വരുന്ന പ്രഷർ, അതേപോലെ പിന്നെ UK, ജർമ്മനി, ഫ്രാൻസ് ഇതേപോലത്തെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു സാങ്ഷൻസ്, ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവര് പാകിസ്ഥാനിൽ ഒരു ഡിഫൻസ് എക്സിബിഷൻ, ഐഡിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ചപ്പടാക്കി സാധനങ്ങളൊക്കെ കൊണ്ട് പിറക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഇപ്പം കണ്ട് പാകിസ്ഥാൻ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ മേഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രദർശനം നടത്തുകയാണ്. അവിടെയൊക്കെ ഒരു തിക്കും തിരക്കൊന്നുമില്ല കേട്ടോ. ആൾക്കാരെ ആര് പോകാനാണ് അവിടെ? ഇറാനിൽ നിന്ന് ഇവർ കുറച്ച് ഡെലിഗേറ്റ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് കുറെ ഡെലിഗേറ്റ്സ് ഉണ്ട്. ഇവർ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുന്നത്. അല്ലാതെ വേറെ ഒരു ആൾക്കാരും അവിടെ പോയി പിന്നെ വലുതായിട്ടൊന്നും അത് പിന്നെ അത്ര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ അല്ല അത്. പിന്നെ ഇതിൽ 9 പാലസ്തീനിയൻ ഗൺമെൻസ്, അതായത് 9 പാലസ്തീനിയൻ തീവ്രവാദികൾ, അതായത് അവിടെയുള്ള ഹമാസിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഈ ഗൺമാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഈ മറ്റേ ഇറാന്റെ ആ ഒരു റെജിമെന്റിന്റെ ഭാഗമായിട്ട്, ഇറാന്റെ ആ ഒരു ഭാഗമായിട്ടുള്ള ആർമീസ് ആണ് കേട്ടോ. ഹമാസ് മിക്കവാറും അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു പോയ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഈ ഇറാന്റെ ഈ ഒരു റെജിമെന്റിലുള്ള ആൾക്കാരാണ് അവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ 9 പേരെ IDF റൈഡിൽ ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൂടാതെ 3 ഇസ്ലാമിക് ജിഹാദ്, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിൽ 3 പേരെയും കൂടെ കൊന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു 71 വയസ്സുകാരനായിട്ടുള്ള ഒരു IDF സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാൾ സ്വമേധയാ വന്നതാണ് കേട്ടോ. സ്വമേധയാ അയാൾ ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട്
പോരാടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മിലിറ്ററിയിൽ വന്നതാണ്. എന്റെ അവസാന കാലഘട്ടങ്ങൾ ഞാൻ നാടിന് വേണ്ടി സേവിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നു. അയാൾ ഒരു അറ്റാക്കിൽ തന്നെയാണ് മരണപ്പെട്ടത്. ഇതാണ് ബെൻ ഗിവിർ. ബെൻ ഗിവിർ എന്ന് പറയുന്നത് ഇസ്രയേലിൽ ഒരു പ്രധാനപ്പെട്ട മിനിസ്റ്ററാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഇയാളുടെ മകനെ വധിക്കാൻ വേണ്ടിയിട്ട് 3 പാലസ്തീനികൾ ഈ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിട്ട് 3 പേരെ പിടിച്ചിട്ടുണ്ട്. അവരെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. ഇത് ഷിൻബെറ്റിന്റെ ഒരു പിന്നെ ഇൻഫർമേഷൻസ് പ്രകാരമാണ്. ഷിൻബെറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഒരു ഇൻഫർമേഷൻ പ്രകാരമാണ് ഈ 3 പേരെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കേസുകൾക്കായിട്ട് പിടിച്ചിട്ട പാലസ്തീനിലുള്ള തീവ്രവാദികളെയാണ് ഈ ഒരു ഹോസ്റ്റേജിനെ പിടിച്ചു വെച്ചിട്ട്, അതായത് ഈ ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ട് ഈ ഹമാസ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഹോസ്റ്റേജിനെ പിടിച്ചു വെച്ചുകൊണ്ട് ഈ ഒരു പരിപാടി, അതായത് ഹമാസ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് 1-2 റോക്കറ്റ് ഒക്കെ പൊട്ടിക്കും. അത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഹമാസ് സപ്പോർട്ടേഴ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ ആഘോഷിക്കുന്നത്. പക്ഷെ അതൊക്കെ 1-2 ഈ റോക്കറ്റുകൾ വിടുന്നതാണ്. അതിലുപരിയായിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. ഒരു എയർക്രാഫ്റ്റ് കൊണ്ട് ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇസ്രയേൽ ചെയ്യുന്ന പോലെ ഒരു അറ്റാക്ക് ഒന്നും ചെയ്യാനുള്ള കേപ്പബിലിറ്റിയോ അതിനുള്ള കഴിവോ ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് ഫാക്ട്. ബ്ലാക്ക് റോക്ക് സംഘടനയില്ലേ, ബിൽ ക്ലിന്റന്റെ ഭാഗമായിട്ട് ഒരു കുത്തിത്തിരിപ്പ് വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഓസ്ലോ കരാറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതായത് ഈ ഒരു ഗാസയിലും ഈ ഒരു സീസ് ഫയറിന്റെ ഡിസ്കഷൻസ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനോട് പുള്ളി ഈ ഓസ്ലോ കരാർ എടുത്തിട്ട് പഴയ ഒരു നിലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് ഒരു സംസാരം. അല്ലെങ്കിൽ ഇപ്പൊ ഈ ന്യൂസ് പബ്ലിഷ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ പുതിയ കരാറുകൾക്ക് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓസ്ലോ കരാറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബിൽ ക്ലിന്റൺ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് പുള്ളി, അതായത് ഓരോ കുത്തിത്തിരിപ്പുകൾ എങ്ങനെയെങ്കിലും ഒരു ആശയങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ പഴയ സ്റ്റാൻഡിലേക്ക് പോകും. ഇങ്ങനെ സീസ് ഫയർ വരുന്നല്ലോ. നിലവിലെ ബൈഡൻ ഗവൺമെന്റ് വരാൻ പോകുന്ന ട്രംപ് ഗവൺമെന്റിന് എന്തെല്ലാം തലവേദനകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ അൽക്കുൽത്താക്കി ഒന്ന് കുളമാക്കി ഒരു അവിയൽ പരുവത്തിലാക്കി കൊടുത്തിട്ട് പോവാം അമേരിക്കയെ എന്നാണ് ഇപ്പൊ കൃത്യമായി പഠിച്ച് ആലോചിച്ച് ഗൂഢാലോചന നടത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ബൈഡന് വല്ല പങ്കുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒബാമയ്ക്കും ബിൽ ക്ലിന്റനും ഹിലരി ക്ലിന്റനൊക്കെ നല്ല പങ്കുണ്ടെന്നുള്ളതാണ്. അവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇപ്പം മുൻകൂട്ടി തന്നെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വൈറ്റ് ഹൗസിൽ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്, ചെറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അപ്കമിങ് ഗവൺമെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡെമോക്രാറ്റുകൾക്ക് കൂടുതൽ അങ്ങോട്ട് തകൃതിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു പിടിവലിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. എല്ലാ സ്ഥലത്തും ഉണ്ടെന്നേ ഈ പൊളിറ്റിക്കൽ പിന്നെ റെജീം ചേഞ്ചിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് ലീക്കേജ് കേസിൽപ്പെട്ട ഫെൽസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് എടുത്തിരിക്കുകയാണ്. പുള്ളി ഇനി പുറലോകം കാണില്ല. പുള്ളി ആ ജയിലിൽ അടയ്ക്കാൻ പോവാണ്. അതാണ് സംഭവം. തൂക്കിക്കൊല്ലൊന്നുമല്ല, ജയിലിൽ അടയ്ക്കുന്നത്. പിന്നെ ഇസ്രായേൽ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്, ഹമാസ് തീരാത്ത പ്രഷറിലാണ്. ഈ പ്രഷറിലാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് നെതന്യാഹു പറഞ്ഞല്ലോ പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ല. $5 മില്യൺ വെച്ചിട്ട് റിലീസ് ചെയ്യുന്ന ഓരോ ഹോസ്റ്റേജസിനും ഉള്ള ഫാമിലിക്ക് കൊടുക്കാം. ആ ഫാമിലിക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഫുൾ സെക്യൂരിറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റേജ് റിലീസ് ചെയ്യുന്നവരെ ഇസ്രായേലിന്റെ ഉള്ളിൽ പിന്നെ സുരക്ഷിതമായ സ്ഥലത്ത് ജീവിപ്പിക്കും. ഈ ഫാമിലിയെ, ഈ ഹോസ്റ്റേജിനെ, ഈ ബന്ദികളെ കൈമാറുന്ന ഫാമിലിക്ക് കൃത്യമായി സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നെതന്യാഹു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അറിയാൻ പറ്റും ഏതൊക്കെ രീതിയിൽ ഈ ഹോസ്റ്റേജുകൾ പുറത്തു വരും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ദികളെ കൈമാറുക തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഡെഡ് ബോഡി ആയിട്ടായാലും ശരി, ജീവനോടെ ആയാലും ഈ ബന്ദികളെ റിലീസ് ചെയ്തിരിക്കണം. അത് കൊടുത്ത പൈസ കിട്ടും, ഉറപ്പാണ്. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനോടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോ ഈ ഒരു രീതിയിൽ ഇപ്പൊ ഈ ഒരു ബന്ദികളെ മാത്രം റിലീസാക്കി കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ, ഈ വാർ പൂർണ്ണമായിട്ടും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൈഡിലേക്ക് വരികയാണെന്നുള്ളതാണ്. പിന്നെ അയാൾ ഒരു സക്സസ്ഫുൾ ലീഡർ ആയിട്ട് അങ്ങ് തുടരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇനിയിപ്പോ അടുത്ത ടാർഗറ്റ് ഹൂതീസ്. ഇനി അടുത്ത ആഴ്ച മുതൽ ഹൂത്തികളുടെ മേളിലുള്ള അറ്റാക്ക് കാണാൻ കഴിയും. നല്ല രീതിയിലുള്ള അറ്റാക്ക് ആയിരിക്കും. ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഫാർ റൈറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റേറിയൻ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ശ്രമം തുടരുന്നതിന്റെ ഇടയിൽ തന്നെ അത് കിട്ടുന്നവരെ നോർത്ത് ഗാസയിൽ നിന്ന് വിട്ടുമാറാൻ പാടില്ല, അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് വരുന്ന വാർത്തകൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.